ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻ SS മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 27 മുതലുള്ള വചനഭാഗങ്ങളിൽ നിന്ന് 60 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 61-ാമത്തെ ചോദ്യത്തിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. അശുദ്ധാത്മാവിൻ്റെ തിരിച്ചുവരവിനെപ്പറ്റി യേശു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഉച്ചത്തിൽ യേശുവിനോട് പറഞ്ഞതാര്? ഒരു സ്ത്രീ. 62. സ്ത്രീ ഉച്ചത്തിൽ യേശുവിനോട് പറഞ്ഞതെന്ത്? നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. 63. കൂടുതൽ ഭാഗ്യവാന്മാർ എന്ന് യേശു പറഞ്ഞത് ആര്? ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ. 64. യോനായുടെ അടയാളം രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റു സുവിശേഷകന്മാർ. വിശുദ്ധ മത്തായി, വിശുദ്ധ മാർക്കോസ്. 65. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ, അതായത് യേശു, പറഞ്ഞു തുടങ്ങിയത് എന്ത്? ഈ തലമുറ ദുഷിച്ച തലമുറയാണ്, ഇത് അടയാളം അന്വേഷിക്കുന്നു. 66. ആരുടെ അടയാളം മാത്രമാണ് നൽകപ്പെടുകയുള്ളൂ എന്നാണ് യേശു പറഞ്ഞത്? യോനായുടെ അടയാളം. 67. യോന ആർക്കാണ് അടയാളമായത്? നിനവേക്കാർക്ക്. 68. യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ അടയാളമായിരിക്കുന്നത് ആർക്ക്? ഈ തലമുറയ്ക്ക്. 69. ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും കുറ്റം വിധിക്കുകയും ചെയ്യും എന്ന് വചനം പറയുന്ന രാജ്ഞി ഏത്? ദക്ഷിണദേശത്തെ രാജ്ഞി. 70. ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യാൻ ദക്ഷിണദേശത്തെ രാജ്ഞി വരും എന്ന് പറയാൻ കാരണം? സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു, അതുകൊണ്ട്. 71. സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്ന രാജ്ഞി, ദക്ഷിണദേശത്തെ രാജ്ഞി. 72. സോളമനേക്കാൾ വലിയവൻ എന്ന് വചനം വിശേഷിപ്പിക്കുന്നത് ആരെ? യേശുവിനെ. 73. ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം വിധിദിനത്തിൽ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്ന് 11:32 പറയുന്നതാര്? നിനവേ നിവാസികൾ. 74. നിനവേ നിവാസികൾ വിധിദിനത്തിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്ന് പറയാൻ കാരണം എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു. 75. യോനായേക്കാൾ വലിയവനായി വചനം പറയുന്നത് ആരാണ്? യേശു. 76. നിലവറയിലോ പറയുടെ കീഴിലോ വയ്ക്കാറില്ലാത്തത് എന്ത്? വിളക്ക് കൊളുത്തി. 77. അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്, എന്ത്? വിളക്ക് കൊളുത്തി വയ്ക്കുന്നത്. 78. ശരീരത്തിൻ്റെ വിളക്ക് ഏത്? കണ്ണ്. 79. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ഡാഷ് മുഴുവൻ പ്രകാശിക്കും. ശരീരം മുഴുവൻ പ്രകാശിക്കും. 80. ശരീരം മുഴുവൻ ഇരുണ്ടു പോകുന്നത് എപ്പോൾ? കണ്ണ് ദുഷിക്കുമ്പോൾ. 81. കണ്ണ് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും എന്നതുകൊണ്ട് എന്താണ് ഇരുളാകാതിരിക്കാൻ സൂക്ഷിക്കേണ്ടത്? നിന്നിലുള്ള വെളിച്ചം. 82. ശരീരം മുഴുവൻ പ്രകാശമാനമായി ഇരിക്കുന്നത് എപ്പോൾ? ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ. 83. 11:36 അനുസരിച്ച് ശരീരം മുഴുവൻ എങ്ങനെ പ്രകാശമാനമായിരിക്കും? വിളക്ക് അതിൻ്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നത് പോലെ. 84. ഫരിസയരുടെയും നിയമജ്ഞരുടെയും കപടനാട്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന മറ്റ് സുവിശേഷകർ. വിശുദ്ധ മത്തായി, വിശുദ്ധ മാർക്കോസ്. 85. യേശു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് യേശുവിനെ ക്ഷണിച്ചതാര്? ഒരു ഫരിസയൻ. 86. യേശുവിൻ്റെ എന്ത് പ്രവൃത്തിയാണ് ഫരിസയനെ അത്ഭുതപ്പെടുത്തിയത്? ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകി ശുദ്ധി വരാഞ്ഞതിനെപ്പറ്റി. 87. ഭക്ഷണത്തിന് മുമ്പ് യേശു കഴുകി ശുദ്ധി വരുത്താത്തതിനെപ്പറ്റി
അത്ഭുതപ്പെട്ടതാര്? ഫരിസേയൻ. 88. ഭക്ഷണത്തിനു മുമ്പ് യേശു കഴുകി ശുദ്ധി വരുത്താത്തതിനെപ്പറ്റി അത്ഭുതപ്പെട്ട ഫരിസേയനോട് കർത്താവ് പറഞ്ഞതെന്ത്? ഫരിസേയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു. 89. കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നത് ആര്? ഫരിസേയർ. 90. ഫരിസേയരുടെ അകം എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു? കവർച്ചയും ദുഷ്ടതയും കൊണ്ട്. 91. യേശു ഫരിസേയർ വിളിച്ചതെന്ത്? ഭോഷന്മാരെ എന്ന്. 92. പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത് എന്ന് യേശു ആരോടാണ് ചോദിച്ചത്? ഫരിസേയരോട്. 93. എപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും എന്നാണ് യേശു ഫരിസേയരോട് പറഞ്ഞത്? നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുമ്പോൾ. 94. ഫരിസേയർ എന്തിൻ്റെയെല്ലാം ദശാംശമാണ് കൊടുക്കുന്നത്? അരുതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും. 95. ഫരിസേയർ അവഗണിച്ചു കളയുന്നതായി യേശു പറഞ്ഞതെന്ത്? ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും. 96. ഫരിസേയർ അഭിലഷിക്കുന്നത് എന്തെല്ലാം? 2 കാര്യങ്ങളാണ് വചനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. 1. സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനം. 2. പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും. 97. മൂന്നാമതും ഫരിസേയരെ ദുരിതം എന്ന് പറഞ്ഞുകൊണ്ട് ഫരിസേയരോട് യേശു പറഞ്ഞത് എന്ത്? കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ, അതിൻ്റെ മീതെ നടക്കുന്നവൻ അത് അറിയുന്നുമില്ല. 98. കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ എന്ന് യേശു ആരെയാണ് വിളിച്ചത്? ഫരിസേയരെ. 99. എന്തിൻ്റെ മീതെ നടക്കുന്നവൻ അതറിയുന്നില്ല എന്നാണ് യേശു പറഞ്ഞത്? കുഴിമാടങ്ങളുടെ മേൽ. 100. ഗുരു, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്ന് യേശുവിനോട് പറഞ്ഞതാര്? നിയമജ്ഞരിൽ ഒരാൾ. 101. ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം എന്ന് യേശു എത്ര പ്രാവശ്യം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്? 3 പ്രാവശ്യം. 102. താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നത് ആര്? നിയമജ്ഞർ. 103. ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്ന് യേശു പറയുന്നത് ആരെപ്പറ്റി? നിയമജ്ഞരെ പറ്റി. 104. മനുഷ്യരുടെ മേൽ നിയമജ്ഞർ കെട്ടിയേൽപ്പിക്കുന്നത് എന്ത്? താങ്ങാനാവാത്ത ചുമടുകൾ. 105. ഒരു ചെറുവിരൽ പോലും ആരെ സഹായിക്കാൻ അനക്കുന്നില്ല എന്നാണ് യേശു നിയമജ്ഞരെ പറ്റി പറഞ്ഞത്? താങ്ങാനാവാത്ത ചുമടുകൾ എടുക്കുന്നവരെ സഹായിക്കാൻ. 106. നിയമജ്ഞർ കല്ലറകൾ പണിയുന്നത് ആർക്ക്? പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക്. 107. പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് കല്ലറകൾ പണിതുകൊണ്ട് നിയമജ്ഞർ എന്തിനാണ് സാക്ഷ്യവും അംഗീകാരവും നൽകുന്നത്? പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക്. 108. ദൈവത്തിൻ്റെ ജ്ഞാനം എന്തു പറഞ്ഞിരിക്കുന്നു? 49 വാക്യത്തിൽ നിന്ന് ഉദ്ധരിക്കുക. ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും അയക്കും. അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. 109. ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും അയക്കും എന്ന് ആരാണ് പറയുന്നത്? ദൈവത്തിൻ്റെ ജ്ഞാനം. 110. അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. അവരിൽ ചിലർ ആരെല്ലാം? പ്രവാചകന്മാരിലും അപ്പസ്തോലന്മാരിലും ചിലരെ. 111. ഈ തലമുറ എന്തിനെല്ലാമാണ് ഉത്തരം പറയേണ്ടത്? ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന്. 112. ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള പ്രവാചകൻ എവിടെ മുതൽ എവിടം വരെ? ആബേൽ മുതൽ ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വച്ച് കൊല്ലപ്പെട്ട സക്രിയ വരെയുള്ളവരുടെ രക്തത്തിന്. 113. ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ടത് ആര്? സക്രിയ. 114. മൂന്നാമതായി നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞുകൊണ്ട്
യേശു പറഞ്ഞതെന്ത്? നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു. നിങ്ങളോ അകത്ത് പ്രവേശിച്ചില്ല, പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. 115. വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയത് ആര്? നിയമജ്ഞർ. 116. വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയ നിയമജ്ഞർ എവിടെയാണ് പ്രവേശിക്കാതിരുന്നത്? അകത്ത്. 117. പ്രവേശിക്കാൻ വന്നവരെ നിയമജ്ഞർ എന്താണ് ചെയ്തത്? പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തി. 118. നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം എന്ന് എത്ര പ്രാവശ്യമാണ് യേശു പറഞ്ഞത്? 3 പ്രാവശ്യം. 119. യേശു അവിടെ നിന്ന് പോകവേ കോപാകുലരായത് ആരല്ല? നിയമജ്ഞരും ഫരിസേയരും. 120. അവൻ അവിടെ നിന്ന് പോകവേ പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും അവൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം നോക്കുകയും ചെയ്തതാര്? ഫരിസേയരും നിയമജ്ഞരും.